വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ ഈ ഒരു മിഷൻ ലോക്കോ പൈലറ്റ് ക്ലാസ് സീരീസ് 2026 ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇപ്പം മാത്സ്, റീസണിങ്, സയൻസ്, അതേപോലെ GK എല്ലാ സബ്ജക്റ്റുകളെയും ക്ലാസ്സുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഫിസിക്സിൻ്റെ കുറച്ചധികം ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റം, ന്യൂക്ലിയസ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ന്യൂക്ലിയർ അറ്റോമിക് ഫിസിക്സ്, ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, നമ്മുടെ ഇവിടെ ജസ്റ്റ് ഈ ഒരു പടത്തിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആറ്റം, അതേപോലെ തന്നെ ആറ്റത്തിന് ചുറ്റും ഓർബിറ്റ്സിൽ എന്ത് റിവോൾവ് ചെയ്യുവാണ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുവാണ്. ഓക്കെ, പണ്ട് കാലങ്ങളിലൊക്കെ എന്താണ് ആറ്റം ആണ് ഒരു മാറ്ററിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. അതിൽ കാട്ടിയും പിന്നെ ചെറുതാക്കാൻ പറ്റത്തില്ല. അതായിരുന്നു ഏറ്റവും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വിശ്വസിച്ചിരുന്നത്. അത് ഡാൾട്ടൺ ആണ് അങ്ങനെ പറഞ്ഞത്. ആറ്റം ആണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് മാറ്ററിന്റെ. പക്ഷേ പിന്നെ എന്ത് ചെയ്തു, പിന്നെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി ഈ ആറ്റത്തിന്റെ ഉള്ളിൽ തന്നെ അതിലും ചെറിയ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റത്തിന്റെ ഉള്ളിൽ തന്നെ അതിലും ചെറിയ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഈ എന്താണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, അതുപോലെ തന്നെ ഇലക്ട്രോൺ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഇതിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞോട് ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ജെ തോമസൺ ആണ്. ഓക്കെ, അതിന് ശേഷമാണ് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ കണ്ടെത്തി, അത് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, പ്രോട്ടോൺസിനെ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ ഒരു ചാർജും ഇല്ലാത്ത അതാണ് നമ്മുടെ ന്യൂട്രോൺസ്. ന്യൂട്രൽ ആണ്, ന്യൂട്രോൺസിന് ചാർജ് ഒന്നുമില്ല. അപ്പൊ ന്യൂട്രോൺസിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂട്രോൺസ് കണ്ടെത്തിയത് പിന്നെയാണ്, അത് ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. ഓക്കെ, ഇങ്ങനെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടെത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എലമെന്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ആരെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു എലമെന്റ് കാണിച്ചിട്ടുണ്ട് എക്സ്. ഓക്കെ, ഈ എക്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ മാസ് നമ്പറും. ഓക്കെ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കാണപ്പെടുന്നത് എവിടെയാണ്? ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിലാണ്. ഓക്കെ, ന്യൂക്ലിയസിലാണ് നമുക്ക് പ്രോട്ടോൺസിനെയും അതേപോലെ തന്നെ ന്യൂട്രോൺസിനെയും കാണപ്പെടുന്നത്. അപ്പം ഒന്നുകിൽ എന്ത് ചെയ്യാം, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിന്റെ എണ്ണം എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആവാം. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആവാം. ഒന്നുകിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവാം, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ അകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആവാം. അതാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയും. ഇനി അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Z വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ് മാസ് നമ്പർ. മാസ് നമ്പർ M വെച്ചാണ് തുടങ്ങുന്നത്, പക്ഷെ റെപ്രസെന്റ് ചെയ്യുന്നത് A വെച്ചിട്ടാണ്. ഓക്കെ, ഒരിക്കലും തിരിഞ്ഞു പോകരുത്. അറ്റോമിക് നമ്പർ Z വെച്ചിട്ടും മാസ് നമ്പർ A വെച്ചിട്ടുമാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ രണ്ടുപേരെയും സം. ഓക്കെ, പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്? ഓക്കെ, ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറയുവാണ്. എന്ത് ചെയ്താൽ മതി? ഈ ഒരു മാസ് നമ്പറിൽ നിന്ന്, മാസ് നമ്പറിനെ A വെച്ചിട്ട്, മറ്റത് Z അറ്റോമിക് നമ്പർ, എയിൽ നിന്നും Z കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത്. നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു എലമെന്റ് എക്സ്. ആ എക്സിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് മാസ് നമ്പറും അതുപോലെ തന്നെ അറ്റോമിക് നമ്പറും റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, നോക്കി മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക. മാസ് നമ്പറിനെ A വെച്ചിട്ട് കാണിക്കുക. അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ താഴെയായിട്ടാണ്, അത് Z. ഓക്കെ, അപ്പൊ താഴെ
അറ്റോമിക് നമ്പർ, മുകളിൽ എന്താണ് മാസ് നമ്പറുമാണ് നിങ്ങൾ വെക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ എലമെന്റ്സിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒത്തിരി എന്താണ് ആറ്റംസിൽ ഹെവി ന്യൂക്ലിയസ് ഉള്ള ആറ്റംസുകളുണ്ട്. അപ്പം ഈ ഹെവി ന്യൂക്ലിയസ് ഉള്ള ആറ്റംസിലൊക്കെ ചിലപ്പം പ്രോട്ടോൺസ് കൂടുതലായിരിക്കും, ന്യൂട്രോൺസ് കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ എണ്ണം കൂടുതലായിട്ട് വരുവാണെങ്കിൽ, ഓക്കെ, ഹെവി ന്യൂക്ലിയസ് ഒക്കെ ആണെങ്കിൽ ഒട്ടും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ഒരു ആറ്റം ഒട്ടും സ്റ്റേബിൾ ആയിരിക്കത്തില്ല, അതിന്റെ ന്യൂക്ലിയസ് ഒട്ടും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അപ്പം ഭയങ്കര എനർജി ആയിരിക്കും. അപ്പം അവർക്ക് എപ്പോഴും ഏതൊരു എലമെന്റിന്റെയും എന്താണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആവുക എന്നതാണ്. അപ്പം സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യും, പുറത്തോട്ട് ഈ എന്താണ് ഈ എനർജീസ് എന്ത് ചെയ്യും, പുറത്തോട്ട് അവർ റേഡിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ എനർജീസ് പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്തിട്ട് അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യും, ശ്രമിക്കും. ഓക്കെ, ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസുകളൊക്കെ എന്ത് ചെയ്യും, സ്റ്റേബിൾ ആവാൻ വേണ്ടി അവർ ശ്രമിക്കും. ഓക്കെ, അപ്പോഴാണ് ഇവിടെ നമ്മൾ വേറൊരു ഫിനോമിനെ പറ്റി അറിയുന്നത്. ഓക്കെ, സ്റ്റേബിൾ ആവാൻ വേണ്ടി പുറത്ത് റേഡിയേഷൻസ് ആയിട്ട് അവർ പുറത്തോട്ട് എമിറ്റ് ചെയ്യുമല്ലോ. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയും. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, റേഡിയം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, ഇതേപോലത്തെ എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ന്യൂക്ലിയസ് ഒട്ടും സ്റ്റേബിൾ അല്ല. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, എനർജീസ് പുറത്തോട്ട് റേഡിയേഷൻ ആയിട്ട് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവരെയൊക്കെ അവർ പുറത്തോട്ട് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഓക്കെ, ഇത് എന്ത് ചെയ്യും, ഈ ഓരോന്ന് ഇപ്പം കുറച്ച് ന്യൂട്രോൺസിനെ പുറത്തോട്ട് എമിറ്റ് ചെയ്യും, പ്രോട്ടോൺസിനെ പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് അവർക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനർജീസ് ആയിട്ടും അവർ പുറത്തോട്ട് വിടും. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, അതിനൊരു ഡെഫിനിഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോണ്ടേനിയസ് ഡിസഗ്രിഗേഷൻ ഓഫ് അറ്റോമിക് ന്യൂക്ലിയർ ടു റിലീസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഓർ റേഡിയേഷൻസ്. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിസഗ്രിഗേഷൻ ആണ് എന്തിന്റെ, അറ്റോമിക് ന്യൂക്ലിയസിന്റെ ടു റിലീസ് എന്ത്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ റേഡിയേഷൻസ് ആയിട്ട് റിലീസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഫിനോമിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫിനോമിനൻ ഉണ്ട്, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഡിസ്കവർ ചെയ്തത് ഹെൻറി ബെക്കറൽ എന്ന് പറയുന്ന ആളാണ്. ഹെൻറി ബെക്കറൽ ആണ്. അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു പേര് കൊടുത്തത്, ആ ടേം കോയിൻ ചെയ്തത് മേരി ക്യൂറി ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫിനോമിന എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലും, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു പേര് കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേരി ക്യൂറിയും ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് പേരുകൾ തന്നെ എന്തായിട്ട് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെക്കറലാണ്. വേറൊരു യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ക്യൂറിയ. ഓക്കെ, കണ്ടുപിടിച്ചതും പേര് കൊടുത്തവരുടെയൊക്കെ പേര് തന്നെയാണ് യൂണിറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെക്കറലും, വേറൊരു യൂണിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്യൂറിയ. ഓക്കെ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, റേഡിയം. ഈ റേഡിയം ഡിസ്കവർ ചെയ്തത് ക്യൂറിയും അതേപോലെ തന്നെ എന്താണ്, റോബർട്ട് പിയറിയാണ്. ഓക്കെ, ഹസ്ബൻഡ് വൈഫാണ്. ഓക്കെ, അപ്പൊ റോബർട്ട് പിയറിയും അതേപോലെ തന്നെ മേരി ക്യൂറിയും കൂടെ ചേർന്നിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ മാഡം ക്യൂറിയും കൂടെ ചേർന്നിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്, റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആയിട്ടുള്ള റേഡിയം കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ ഇവര് പുറത്തോട്ട് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഓക്കെ, ഇത് പല എമിഷൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഓരോന്നായിട്ട് ഞാൻ പറയുവാണ്. ഓക്കെ, ഒന്നാമത്തത് ആൽഫ എമിഷൻ. ഓക്കെ, 3 ടൈപ്പ് എമിഷൻസ് ആണ് പറയുന്നത്, ആൽഫ, ബീറ്റ അതേപോലെ തന്നെ ഗാമ. 3 എമിഷൻസ്, ആൽഫ, ബീറ്റ, ഗാമ എമിഷൻസ്. ആൽഫയും ബീറ്റയൊക്കെ റേഡിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ആര് റേഡിയേറ്റ് ചെയ്യുന്നത്, ഗാമ റേഡിയേഷൻസ് ഉണ്ടാവുന്നത്. അത്യാവശ്യം നല്ല പെനട്രേറ്റിംഗ് പവർ ഉള്ള റേഡിയേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഗാമ റേഡിയേഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിൽ ആൽഫ എന്താണ്, ബീറ്റ, ഗാമ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫ എമിഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൽഫ എമിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
ന്യൂക്ലിയസിൽ നിന്നും 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടെ എമിറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ആൽഫ എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാ പോകുന്നത്? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. ക്ലിയർ ആണല്ലോ? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും പോകുന്നെന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഹീലിയം ന്യൂക്ലിയസ് പോകുന്നതിന് തുല്യമാണ്. ഓക്കെ, ഒരു ഹീലിയം ന്യൂക്ലിയസ്. ഓക്കെ, ഹീലിയത്തിന്റെ ആ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ 4ഉം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2ഉമാണ്. ഓക്കെ, അപ്പം നോക്കിയേ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഇറങ്ങി പോകുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ഞാൻ ഒരു എലമെന്റ്, നമ്മൾ നേരത്തെ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. AZ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, XAZ. ഇനി 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ആണ് പോകുന്നത്. 2 പ്രോട്ടോൺ പോകുമ്പോൾ എന്ത് സംഭവിക്കും? Z എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? അപ്പൊ അതിൽ നിന്നും 2 കുറയും, 2 പ്രോട്ടോൺസ് പോയി. ഇനി അറ്റോമിക് നമ്പർ എടുത്ത് A എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ. അപ്പൊ മാസ് നമ്പർ എടുത്ത് നോക്കിയാലോ, 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും പോയി. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എന്താണ്? പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണല്ലോ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എത്ര എണ്ണം? 2ഉം കൂടെ ചേർന്ന് 4. അപ്പൊ 4 ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. ഏതാണ്? നമ്മുടെ മാസ് നമ്പർ. ഓക്കെ, അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഫ എമിഷൻ നടന്നു കഴിഞ്ഞാൽ മാസ് നമ്പറിൽ നിന്നും 4 കുറയും, അതേപോലെ തന്നെ അറ്റോമിക് നമ്പറിൽ നിന്നും എന്ത് ചെയ്യും? 2 കുറയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്നും പുറത്തു പോകുന്നത് ആരാണ്? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും പോകുന്നെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ഹീലിയസ് ന്യൂക്ലിയസ് പോകുന്നതിന് തുല്യമാണ്. അപ്പൊ ഇത് പുറത്തോട്ട് പോകുന്നുണ്ട്. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും പോകുന്നുണ്ട്, അതൊരു ഹീലിയം ന്യൂക്ലിയസ് പോകുന്നതിന് തുല്യമാണ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ആൽഫ എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ആൽഫ ഡീകേ ഈസ് എ ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ദാറ്റ് എമിറ്റ്സ് ആൻ ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ ആരാ? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടെ ചേർത്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞല്ലോ, അതാണ് ഇവിടുത്തെ എന്താണ്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ റേഡിയം ആണ് കൊടുത്തേക്കുന്നത്. റേഡിയത്തിന്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്, 226ഉം 88ഉം. അതേപോലെ തന്നെ ഇതിൽ റേഡിയോ ആക്ടിവിറ്റി നടക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഇതിൽ നിന്നും ഒരു ഹീലിയം ന്യൂക്ലിയസ് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ മുകളിൽ എന്താണ്? 4 കുറഞ്ഞു, താഴെ 2 കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്തായി? 222. അതേപോലെ തന്നെ എന്താണ്? 86. ഓക്കെ, ഇത് റെഡോൺ ആണ്. ഓക്കെ, റെഡോൺ. ഓക്കെ, അപ്പം റേഡിയത്തിൽ നിന്നും ഹീലിയം അല്ലെങ്കിൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? അത് റെഡോൺ ആയി മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ആൽഫ എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ബീറ്റയും പിന്നെ ആരുണ്ട്? ഗാമയും ഉണ്ട്. അപ്പം ആൽഫ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ പോകുന്നു, അതൊരു ഹീലിയം ന്യൂക്ലിയസ് പോകുന്നതിന് തുല്യമാണ്. ഇനി ഇത് പോകുമ്പോൾ ആർക്കൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവുക? അറ്റോമിക് നമ്പറും മാസ് നമ്പറും മാറും. ഓക്കെ, അറ്റോമിക് നമ്പറിൽ നിന്നും 2 കുറയും, മാസ് നമ്പറിൽ നിന്നും 4 കുറയും. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്ന ബീറ്റ. ഓക്കെ, ബീറ്റയാണ്. ഓക്കെ, ബീറ്റ എമിഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, ബീറ്റ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ബീറ്റയുടെ കേസ്, ബീറ്റ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ബീറ്റ മൈനസ് എമിഷൻ ഉണ്ട്, ബീറ്റ പ്ലസ് എമിഷൻ ഉണ്ട്. ബീറ്റ നെഗറ്റീവും ബീറ്റ പോസിറ്റീവ് എമിഷനും ഉണ്ട്. ഓക്കെ, എന്താണ് ബീറ്റ മൈനസ്, എന്താണ് ബീറ്റ പ്ലസ്, ഇതിലെ ബീറ്റ പാർട്ടിക്കിൾ ആരാണ്? ഓക്കെ, അതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന ബീറ്റ മൈനസ് ഡി കെ ആണ്. ഓക്കെ, ബീറ്റ മൈനസ് ഡി കെ നടക്കുന്നത് ആ ആറ്റത്തിലെ ന്യൂക്ലിയസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള എന്ത് കാണും? എക്സസ് ആയിട്ടുള്ള ന്യൂട്രോൺസ് കാണും. ഓക്കെ, എക്സസ് ആയിട്ടുള്ള ന്യൂട്രോൺസ് ഉണ്ടാവും. ഈ ന്യൂട്രോൺസ് എന്ത് ചെയ്യും? ഈ ന്യൂട്രോൺ എന്ന് പറയുന്നത് പ്രോട്ടോൺ ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഈ ന്യൂട്രോൺസ് എന്ത് ചെയ്യും? പ്രോട്ടോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ന്യൂട്രോൺസ് പ്രോട്ടോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ ചാർജ് ഒന്നും ഇല്ല. പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടുന്ന് ആര് പോയപ്പോഴാണ് അവിടെ പോസിറ്റീവ് വന്നത്? ഇലക്ട്രോൺസ് പോയപ്പോൾ. അപ്പൊ ഇവിടുന്ന് എമിറ്റ് ചെയ്ത് പോകുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്ത് പോകുന്നത്.
ഓക്കെ, അപ്പം ബീറ്റ മൈനസ് ഡി കെയിൽ പുറത്തോട്ട് എമിറ്റ് ചെയ്ത് പോകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മളെ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണല്ലോ, അതുകൊണ്ടാണ് ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ പുറത്തു പോകുന്നു, അതേസമയം ന്യൂട്രോൺ എന്താണ്? പ്രോട്ടോൺ ആയി മാറുന്നു. ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറുന്നു. അപ്പം ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും എന്തൊക്കെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക? ഓക്കെ, ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറുന്നു. ഓക്കെ, അപ്പൊ മാസ് നമ്പറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺ ആണല്ലോ. അതിലൊരു ന്യൂട്രോൺ വിത്ത് പ്രോട്ടോൺ ആയി മാറിയാൽ എന്താണ്? ടോട്ടൽ നമ്പറിൽ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. അപ്പം ആർക്ക് ചേഞ്ച് ഇല്ല? മാസ് നമ്പറിൽ ചേഞ്ച് ഇല്ല. പിന്നെ ചേഞ്ച് വരുന്നത് ഏതിലാണ്? പിന്നെ ചേഞ്ച് വരുന്നത് നമ്മുടെ അറ്റോമിക് നമ്പറിലാണ്. അറ്റോമിക് നമ്പറിൽ എന്തുവാ സംഭവിക്കുന്നേ? ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോൺ ആയി മാറി. ഒരു പ്രോട്ടോൺ അവിടെ വന്നല്ലോ, ഒരു പ്രോട്ടോൺ ആഡ് ഓൺ ആയില്ലേ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺസിൽ ഒന്ന് കൂടി, അപ്പൊ എന്ത് വരും? +1 വരും. ഓക്കെ, അപ്പം ബീറ്റ മൈനസ് ഡി കെ അല്ലെങ്കിൽ ബീറ്റ മൈനസ് എമിഷനിൽ എന്തുവാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് നമ്പറിൽ ഒരു മാറ്റവും ഇല്ല, അറ്റോമിക് നമ്പറിൽ നിന്നും ഒന്ന് കൂടും. ഓക്കെ, അറ്റോമിക് നമ്പർ ഒന്ന് കൂടും. ക്ലിയർ ആണല്ലോ, കാരണം ഇവിടെ ഒരു പ്രോട്ടോൺ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബീറ്റ മൈനസ് എന്ത്? ഡി കെ. ഇതിനോടൊപ്പം തന്നെ ആന്റി ന്യൂട്രിനോ ഉണ്ടാവുന്നുണ്ട്. ഇത് ഒരു സബ് അറ്റോമിക് ആയിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആന്റി ന്യൂട്രിനോ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ബീറ്റ പാർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആണ് ഇവിടുന്ന് എമിറ്റ് ചെയ്ത് പോകുന്നത്, അതാണ് നമ്മുടെ ബീറ്റ പാർട്ടിക്കിൾ. ഓക്കെ, ഇനി അടുത്ത ഒരു എമിഷൻ ആണ് ബീറ്റ പ്ലസ് ഡി കെ. ബീറ്റ പ്ലസ് ഡി കെ ഇത് നടക്കുന്നത് ഈ ഇപ്പം ഇവിടുത്തെ ആറ്റംസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ആറ്റത്തിലെ ന്യൂക്ലിയസിൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്? ന്യൂട്രോൺസ് ആണ് കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ന്യൂട്രോൺസ് ആണ് അബണ്ടന്റ് ആയിട്ടുള്ളത്. ഇവിടെ കൂടുതലായിട്ടുള്ളത് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസ് റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഇവർക്ക് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? പ്രോട്ടോൺസിന്റെ എണ്ണം കുറയ്ക്കണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ എന്തായി മാറും? പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറും. ഓക്കെ, എന്ന് വെച്ചാൽ പ്രോട്ടോൺ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ആരാണ് പോയത്? ഓക്കെ, പോയത് ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, ആ പോസിറ്റീവ് പാർട്ടിക്കിൾ ആണ് ഈ പ്ലസ് എന്ന് പറഞ്ഞ ഇടുവാണ്. ഇതിന്റെ പേരാണ് എന്ത്? പോസിട്രോൺ എന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ തുല്യമാക്കുന്ന രീതിയിൽ നോക്കിയാൽ മതി. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പ്ലസ്, ഇവിടെ 0. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത് ആരാ? പ്ലസ് തന്നെയാണ്. അപ്പൊ അവിടെ പിന്നെ ഒന്നും ഇല്ലാണ്ട് ആയിക്കോളും, ന്യൂട്രൽ ആയിക്കോളും. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ ന്യൂട്രോൺ ആവാൻ വേണ്ടി ഇവിടുന്ന് ആര് പോകണം? പോസിട്രോൺ പോകണം. ഈ പ്ലസ് എന്ന് പറയുന്നത് പോസിട്രോൺ ആണ്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ പോസിട്രോൺ എന്ന് പറയും. പോസിട്രോൺ പോകുന്നു. ഇവിടെ ഒരു എലമെന്റിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്? ഓക്കെ, വീണ്ടും ഞാൻ എലമെന്റ് എഴുതുവാണ് AZ. ഓക്കെ, ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ആയി എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാസ് നമ്പറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ആയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? പ്രത്യേകിച്ച് ഒന്നും കൂടോ കുറയോ ഒന്നും സംഭവിച്ചില്ലല്ലോ മാസ് നമ്പറിൽ. അപ്പൊ മാസ് നമ്പറിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. പിന്നെ ആർക്കാ ചേഞ്ച് വരിക? അത് അറ്റോമിക് നമ്പറിനാണ്. അറ്റോമിക് നമ്പർ ചേഞ്ച് വരും. എങ്ങനെയാ നോക്കിയേ, ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറി എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോൺ ഇനി ഇല്ല. ആ പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറിയല്ലോ, ആ പ്രോട്ടോൺ പിന്നെ എവിടെ പോയല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു പ്രോട്ടോൺ ഇവിടുന്ന് കുറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിൽ നിന്നും 1 കുറയും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിനോടൊപ്പം തന്നെ ന്യൂട്രിനോയും ഉണ്ടാവുന്നുണ്ട്. അതും ഒരു സബ് അറ്റോമിക് എലമെന്ററി പാർട്ടിക്കിൾ ആണ് ഈ ന്യൂട്രിനോ എന്ന് പറയുന്നത്. ഇവിടുത്തെ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആരാണ്? E+ അല്ലെങ്കിൽ പോസിട്രോൺ ആണ്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാർബൺ 14 അത് എന്താ നൈട്രജൻ 14 ആവുന്നതും ഇവിടെ കാർബൺ 10 ബോറോൺ 10 ആവുന്നതുമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാര്യം എന്താന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പം ബീറ്റ മൈനസ് എമിഷൻ നടക്കുന്നത് ന്യൂട്രോൺസ് കൂടുതലുള്ള സ്ഥലത്തായിരിക്കും. അവിടെ ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറും. അവിടെ മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നുമില്ല, അറ്റോമിക് നമ്പർ 1 കൂടുന്നു. ഓക്കെ, രണ്ടാമത്തത് ബീറ്റ മൈനസ് ഡി കെയിൽ പ്രോട്ടോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയസിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറും. ഓക്കെ, ഇവിടെ സെയിം മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നുമില്ല, അറ്റോമിക് നമ്പറിൽ നിന്നും പക്ഷെ എന്ത് സംഭവിക്കുന്നു? 1 കുറയുന്നു. കാരണം ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ആയി പോയല്ലോ, ആ പ്രോട്ടോൺ പോയല്ലോ. ഓക്കെ, അപ്പം അതുകൊണ്ട് 1 കുറയുന്നു. ഓക്കെ, ഇതില്
എന്താണ് അറ്റോമിക് നമ്പർ +1, ഇതിൽ അറ്റോമിക് നമ്പർ -1 ആണ്. -1 ക്ലിയർ ആണല്ലോ. ഇനി ബീറ്റ മൈനസ് ഡി കെയിലെ ബീറ്റ പാർട്ടിക്കിൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ, ഇവിടുത്തെ ബീറ്റ പാർട്ടിക്കിൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിട്രോൺ. ഇതാണ് ബീറ്റ എമിഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട്, മൈനസും പ്ലസും ഉണ്ട്. ക്ലിയർ ആണല്ലോ. ബീറ്റ മൈനസ് വരുമ്പം +1 ചെയ്യാം, ബീറ്റ എന്താണ് പ്ലസ് വരാൻ നേരത്ത് ഇവിടെ എന്ത് ചെയ്യുക, -1 ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇതാണ് ബീറ്റ എമിഷൻ. ഇനി ഒരു എമിഷനും കൂടെയാണ് നമുക്ക് പറയാനുള്ളത്, അത് എന്താണ്, ഗാമ എമിഷൻ. ഗാമ എമിഷൻ. ഓക്കെ, ഗാമ എമിഷന്റെ കേസിൽ ഗാമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ദാ ഇതും 0 ഇവിടെയും 0. ഓക്കെ, ജസ്റ്റ് ഒരു എനർജി പുറത്തോട്ട് പോകുന്ന പോലെ പോവുകയാണ്. അല്ലാണ്ട് ഇവിടുന്ന് പ്രോട്ടോൺസോ ന്യൂട്രോൺസോ അല്ലെങ്കിൽ പ്രോട്ടോൺ ന്യൂട്രോൺ ആവുന്നു, ന്യൂട്രോൺ പ്രോട്ടോൺ ആവുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു എനർജി പുറത്തോട്ട് എമിറ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ എന്താ ഇവിടത്തെ നമ്മളെ പേരന്റ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഒരു എലമെന്റ്, ആ എലമെന്റിലെ അറ്റോമിക് നമ്പറിനോ ഇത് ഇസഡ് അറ്റോമിക് നമ്പറോ മാസ് നമ്പറിനോ എന്തില്ല, ഒരു മാറ്റവും ഇല്ല. ക്ലിയർ ആണല്ലോ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു പേരന്റ് ന്യൂക്ലിയസ്, ഒരു ഡോട്ടർ ന്യൂക്ലിയസ്. ഓക്കെ, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി കൂടുതലുള്ള സ്റ്റേറ്റ്. അതിൽ നിന്നും ഗാമ പുറത്തോട്ട് കളയാൻ നേരത്തെ, പുറത്തോട്ട് എമിറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സ്ഡ് സ്റ്റേറ്റ് ആവും. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ എമിഷൻസ് എല്ലാം നടത്തുന്നത്, സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ, അപ്പം ഇതാണ് 3 എമിഷൻസ്. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും പോയി കഴിഞ്ഞാൽ അത് ആൽഫ എമിഷൻ. ബീറ്റ 2 എണ്ണം ഉണ്ട്, ന്യൂട്രോൺ പ്രോട്ടോൺ ആകുന്നു, പ്രോട്ടോൺ ന്യൂട്രോൺ ആകുന്നു. ഓക്കെ, അതിൽ 2 കേസിലും മാസ് നമ്പർ കോൺസ്റ്റന്റ് ആണ്. ഇനി ബീറ്റ മൈനസിൽ എന്ത് ചെയ്യും, അറ്റോമിക് നമ്പർ +1ഉം ബീറ്റ പ്ലസിൽ അറ്റോമിക് നമ്പർ -1ഉം ആണ് സംഭവിക്കുന്നത്. ഗാമയിൽ ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഇതിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറിലും ഒരു ചേഞ്ചും ഇല്ല. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എനർജി പുറത്തോട്ട് റേഡിയേഷൻസ് പോലെ, നമ്മുടെ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ പോകുന്ന പോലെ റേഡിയേഷൻസ് പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇതാണ് 3 ടൈപ്പ് എമിഷൻസ്, ആൽഫ, ബീറ്റ, ഗാമ. ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിൽ നിന്നുമാണ് ഈ എമിഷൻസ് എല്ലാം നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു എന്താണ് RRB ALP ഓക്കെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ താഴെ കൊടുത്തേക്കുന്ന 2 നമ്പേഴ്സ് ഉണ്ട്, ഇതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം എത്ര പെട്ടെന്ന് പറ്റുമോ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ കിട്ടുന്ന ടൈം എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വർഷം തന്നെ എക്സാം നമുക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെ ഈ ഒരു ക്ലാസ്സിലും നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഫ്യൂഷനും ഫിഷനും. ഓക്കെ, എന്താണ് ഫിഷൻ, ഫ്യൂഷൻ? ഓക്കെ, അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ്റം, ന്യൂക്ലിയസ്, എലമെന്റ്, അവരുടെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞ് നമ്മൾ ഇതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഫിഷൻ എന്ന് പറയുന്നത് എന്താ, സ്പ്ലിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ആ ന്യൂക്ലിയസിലോട്ട് ജസ്റ്റ് ഒരു ന്യൂട്രോൺ കൊണ്ട് എന്ത് ചെയ്യാണ്, ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുകയാണ്, ജസ്റ്റ് തട്ടിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ന്യൂക്ലിയസ് കുറച്ച് ലൈറ്റർ 2 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അതിനോടൊപ്പം തന്നെ നോക്കിയേ 3 ന്യൂട്രോൺസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ആയി 2 ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിഷൻ എന്ന് പറയുന്നത്. ഇതേ ഒരു ന്യൂക്ലിയസ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ നോക്കിയേ, ഒരു എക്സാമ്പിൾ നമുക്ക് യുറേനിയം എടുക്കാം. യുറേനിയം ഓക്കെ, ഈ ഫിഷന് വേണ്ടിയിട്ടൊക്കെ ഫ്യൂവൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് യുറേനിയം ആണ്. യുറേനിയം 235, യുറേനിയം 239 ഉണ്ട്, അതേപോലെ പ്ലൂട്ടോണിയം ഉണ്ട്. ഓക്കെ, ഇതില് യുറേനിയം 235 എടുക്കുക. ഓക്കെ, യുറേനിയം 235 എന്ന് പറഞ്ഞാൽ യുറേനിയം ഒത്തിരി ഉണ്ട്.
ഓക്കെ, ഇതിൽ ഒത്തിരി യുറേനിയംസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഒരു യുറേനിയത്തിന്റെ ഒരു ആറ്റത്തിന്റെ ഒരു ന്യൂക്ലിയസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതേ കണക്ക് അതിൽ ബില്യൺ കണക്കിന് ബില്യൺ കണക്കിന് എന്ത് കാണും? പാർട്ടിക്കിൾസ്, യുറേനിയം പാർട്ടിക്കിൾസ് അതിൽ ഉണ്ടാവുമല്ലോ. അതിന് എല്ലാത്തിനും ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ന്യൂക്ലിയസിൽ മാത്രം തട്ടുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഈ 3 ന്യൂട്രോൺസ് ഉണ്ടായില്ലേ, ഈ ന്യൂട്രോൺസും അത്യാവശ്യം വേഗതയിലായിരിക്കും ഉണ്ടായി വരിക. എക്സ്പ്ലോഷൻ പോലെയാണല്ലോ ഫിഷൻ നടക്കുന്നത്. അപ്പം ഈ ന്യൂട്രോൺ എന്ത് ചെയ്യും? അടുത്ത യുറേനിയത്തിന്റെ ന്യൂക്ലിയസിൽ ചെന്ന് ബൊമ്പാർഡ് ചെയ്യും, അല്ലെങ്കിൽ തട്ടും, അതും സ്പ്ലിറ്റ് ആവും. ഇത് അടുത്തേൽ പോയി തട്ടും, അതും സ്പ്ലിറ്റ് ആവും. ഇതും പോയി തട്ടും, സ്പ്ലിറ്റ് ആവും. ഈ ഓരോ സ്പ്ലിറ്റിലും വീണ്ടും 3 ന്യൂട്രോൺസ് വെച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവരെല്ലാം ഇങ്ങനെ തട്ടി ഇതിലുള്ള യുറേനിയത്തിന്റെ ന്യൂക്ലിയസ് എല്ലാം സ്പ്ലിറ്റ് ആവുന്നവരെയും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിനെ നമുക്കൊരു ചെയിൻ റിയാക്ഷൻ എന്നും പറയാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ചെയിൻ റിയാക്ഷൻ. ഇതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം ബോംബ് എന്ന് പറയുന്നത്. ആറ്റം ബോംബിന്റെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ തന്നെയാണ്. ജസ്റ്റ് ഒരു ന്യൂക്ലിയസിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള നമ്മളെ യുറേനിയം 235ന്റെ ഒരു ന്യൂക്ലിയസ് ജസ്റ്റ് കൊണ്ടുവന്ന ഒരു ന്യൂട്രോൺ എന്ത് ചെയ്താൽ മതി? ബൊമ്പാർഡ് ചെയ്താൽ മതി. പിന്നെ അതങ്ങ് നടന്നോളും, ചെയിൻ പോലെ ഇങ്ങനെ അങ്ങ് പൊക്കോളും. ഓക്കെ, ചെയിൻ റിയാക്ഷൻ എന്ന് നമുക്ക് ഇതിനെ പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം സ്പ്ലിറ്റിംഗ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് എ സർട്ടൻ ഹെവി എലമെന്റ്സ് ഇൻടു 2 or more ലൈറ്റർ ന്യൂക്ലിയൈ. ഓക്കെ, ഒരു ഹെവി ന്യൂക്ലിയൈ 2 or 3 എന്ത് ചെയ്യുന്നു? ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഇതാണ് എന്ത്? ഫിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിലീസ് ന്യൂട്രോൺസ് ആൻഡ് വെരി ഹൈ എനർജി. ന്യൂട്രോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്, പൊട്ടിത്തെറി പോലെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഹീറ്റ് എനർജി ഇവിടുന്ന് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഫിഷൻ. സിംപ്ലി ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ന്യൂക്ലിയസ് 2 ലൈറ്റർ ന്യൂക്ലിയസ് അല്ലെങ്കിൽ 3 ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് 2 or 3 ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ന്യൂട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. ഈ ന്യൂട്രോൺസ് അടുത്തടുത്ത ന്യൂക്ലിയസിലെല്ലാം തട്ടി ഇതിങ്ങനെ ചെയിൻ പോലെ നടക്കുവാണ്. അതുകൊണ്ട് ചെയിൻ റിയാക്ഷൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, ഒരു അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആറ്റം ബോംബ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ, അതിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രോൺസ് വന്ന് യുറേനിയത്തിൽ എന്ത് ചെയ്തു? ബൊമ്പാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും സ്പ്ലിറ്റ് ആകുന്നു, അതേപോലെ ഹ്യൂജ് എമൗണ്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആകുന്നു. അപ്പം ഒരു അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷന്റെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആറ്റം ബോംബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു കൺട്രോളും ഇല്ലാതെ നടക്കുന്ന ചെയിൻ റിയാക്ഷൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം ഇതിനെ. കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടുന്നതാണ് ആ ഒരു ഫുൾ സെറ്റപ്പ്. ഓക്കെ, അതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, ഈ ഒരു ഫുൾ അറേഞ്ച്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയാം. ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കൺട്രോളും ഇല്ലാണ്ട് നടക്കുന്ന ഈ ഒരു ചെയിൻ റിയാക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അറേഞ്ച്മെന്റ് ഇൻ വിച്ച് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ടേക്സ് പ്ലേസ്. കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമുക്കത് നടത്തിയെടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? ഇതിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുന്ന എനർജീസ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ടു പ്രൊഡ്യൂസ് ഐസോടോപ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ സയൻസ്. ഈ റിയാക്ഷന്റെ ഫലമായിട്ട് ഐസോടോപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. അത് മെഡിക്കൽ ഫീൽഡും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻ ഉള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുറേനിയം 235 ഉണ്ട്, യുറേനിയം 239 ഉണ്ട്, പ്ലൂട്ടോണിയം 239 ഉണ്ട്. ഓക്കെ, ഇവരെ ആയിരിക്കും എന്ത് ചെയ്യുക? ഫ്യൂവലുകളായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഓക്കെ, ഒന്ന് കൺട്രോൾ റോഡ്സ് ഉണ്ട്. എന്തിനാണ് കൺട്രോൾ റോഡ്സ്? ഓക്കെ, ബോറോണോ കാഡ്മിയോ ഒക്കെ കൊണ്ടിട്ട് ഫോം ചെയ്തിട്ടുള്ള കൺട്രോൾ റോഡുകൾ ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓൾറെഡി പറഞ്ഞല്ലോ, ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു ന്യൂക്ലിയസിൽ ഒരു ന്യൂട്രോൺ വന്ന് തട്ടുന്നു. ഇതിൽ നമ്മുടെ ഈ ഒരു ലൈറ്റർ ന്യൂക്ലിയസിനോടൊപ്പം തന്നെ ന്യൂട്രോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഓക്കെ,
ഈ 3 ന്യൂട്രോൺസിലെ 2 എണ്ണം ഈ കൺട്രോൾ റോഡ്സ് അങ്ങ് അബ്സോർബ് ചെയ്യും. പിന്നെ ഒരാളല്ലേ ഉള്ളൂ. ഈ ഒരാൾക്ക് ചെന്നിട്ട് അടുത്ത ന്യൂക്ലിയസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബൊമ്പാഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ന്യൂക്ലിയസ് വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ എന്താണ്? വീണ്ടും 3 ന്യൂട്രോൺസ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഇതിലെയും 2 എണ്ണം ആര് അബ്സോർബ് ചെയ്യും? കൺട്രോൾ റോഡ് അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ ബോറോണോ കാഡ്മിയോ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു കൺട്രോൾ റോഡ് എന്ത് ചെയ്യും? ആ ന്യൂട്രോൺസിന്റെ എണ്ണം കുറയ്ക്കും. ന്യൂട്രോൺസ് ഉണ്ടോണ്ടാണല്ലോ ഇതിലിങ്ങനെ തട്ടി 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 ഇത് കൺട്രോൾ ഇല്ലാണ്ട് ചെയിൻ റിയാക്ഷൻ നടക്കുന്നേ. അതിലെ രണ്ടെണ്ണം വീതം അബ്സോർബ് ചെയ്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, എണ്ണം കുറഞ്ഞല്ലോ, റിയാക്ഷൻ നമുക്ക് കൺട്രോളിലാക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യുന്നത്. പ്രിവെന്റ്സ് ദ ചെയിൻ റിയാക്ഷൻ ഹാപ്പനിങ് ടു ക്വിക്ലി, absorb excess neutrons and reduce the number of neutrons available to continue the reaction. ഓക്കെ, ഇനി എപ്പോഴും റോഡ്സ് ഓഫ് കാഡ്മിയം അതേപോലെ തന്നെ ബോറോൺ ആയിരിക്കും എന്തായിട്ട് യൂസ് ചെയ്യുക? കൺട്രോൾ റോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഉള്ളതാണ് മോഡറേറ്റർ. ഓക്കെ, മോഡറേറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവുന്ന എന്താണ് നമ്മുടെ എന്താണ് ന്യൂട്രോൺസിന്റെ എനർജി കൂടുതലായിരിക്കും. ഓക്കെ, ആ എനർജി ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആര് സഹായിക്കും? മോഡറേറ്റേഴ്സ് സഹായിക്കും. ഡിക്രീസ് ദ എനർജി ഓഫ് ന്യൂട്രോൺസ് ആൻഡ് എന്താണ് സ്ലോസ് ഡൗൺ ദ. ഓക്കെ, അപ്പം ഈ ഉണ്ടാവുന്ന ന്യൂട്രോൺസിന്റെ എനർജി അല്ലെങ്കിൽ അവരുടെ സ്പീഡ് എന്ത് ചെയ്യും? ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് മിക്കവാറും മോഡറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെവി വാട്ടറും അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് ഒക്കെയാണ് മോഡറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെവി വാട്ടർ അതേപോലെ തന്നെ ഗ്രാഫൈറ്റും. പിന്നെ ആരാണ്? കൂളൻസ്. എന്തായാലും ഫിഷൻ നടക്കാൻ നേരത്ത് ഹ്യൂജ് എമൗണ്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പം ഈ ഹീറ്റ് എനർജീനെ എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യും? കൂളൻസിനെ യൂസ് ചെയ്യും. കൂളന്റ് ആയിട്ട് മിക്കവാറും യൂസ് ചെയ്യുക വാട്ടറും അതേപോലെ തന്നെ ഹെവി വാട്ടറൊക്കെയാണ് കൂളന്റുകളൊക്കെ ആയിട്ട് മിക്കവാറും യൂസ് ചെയ്യും. ക്ലിയർ ആണോ? അങ്ങനെ ഈ ഒരു ഫുൾ അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷനെ കൺട്രോൾ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ കൺട്രോൾ റോഡ്സും മോഡറേറ്റേഴ്സും കൂളൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഐസോടോപ്പുകളുടെ നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ, അപ്പം അടുത്ത ലാസ്റ്റ് നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫിഷൻ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ചെയ്യുക, ഫ്യൂസ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ. നമ്മളിപ്പോൾ സൂര്യനിൽ നടക്കുന്നത് എന്താണ്? സൂര്യന്റെ കോറിൽ ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജനുകൾ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? കൂടിച്ചേരും, എന്നിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആവും. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് ആരാ? ഹീലിയം. ഓക്കെ, അപ്പൊ ഹൈഡ്രജനുകൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവും? ഹീലിയം ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ സൂര്യനിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് എനർജിയും ഹീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നത് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ടിട്ടാണ്. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് ഇവിടെ. നോക്കിയേ, ഹൈഡ്രജനുകൾ, ഡ്യൂറ്റീരിയം ട്രിഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ഓക്കെ, ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഉണ്ട് 11, 12, 13. ഓക്കെ, പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. ഇതിലെ ഡ്യൂറ്റീരിയം ട്രിഷ്യം, ഓക്കെ, അതാണ് ഇവിടെ എടുത്തേക്കുന്നത്, ഡ്യൂറ്റീരിയം ട്രിഷ്യം. ഓക്കെ, ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ഹീലിയം ഉണ്ടാവുന്നു. ഹീലിയം ന്യൂക്ലിയസും ഒപ്പം ന്യൂട്രോണും ഉണ്ടാവും. പിന്നെ ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഹ്യൂജ് എമൗണ്ട് എനർജിയും പ്രൊഡ്യൂസ് ആവും. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. ഓക്കെ, സണ്ണിലും സ്റ്റാർസിലും ഒക്കെ ഹ്യൂജ് എമൗണ്ട് എനർജി പ്രൊഡ്യൂസ് ആവുന്നത് ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ ഇവിടെ നമ്മൾ ഐസോടോപ്പുകളായിട്ട് യൂസ് ചെയ്യുന്ന ഡ്യൂറ്റീരിയം എന്താണ്? ട്രിഷ്യം ആണ്. 2 or more lighter nuclei combine to form എന്താണ്? ഹെവിയർ ന്യൂക്ലിയർ. ഓക്കെ, ഇതാണ് എന്ത്? ന്യൂക്ലിയർ
ഫ്യൂഷൻ. ഇനി ന്യൂക്ലിയർ ഫ്യൂഷന്റെ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ആറ്റം ബോംബ്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷനോ അത് നമുക്ക് പറയാം ഹൈഡ്രജൻ ബോംബിൽ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നടക്കുക. ആറ്റം ബോംബിൽ ന്യൂക്ലിയർ ഫിഷൻ, ഹൈഡ്രജൻ ബോംബിൽ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട്, അറ്റോമിക് ഫിസിക്സ് ന്യൂക്ലിയർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ആറ്റത്തിന്റെ അകത്തുള്ള എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, അത് കൂടാണ്ടും ഒത്തിരി എലമെന്ററി പാർട്ടിക്കിൾ ഉണ്ട്, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, അങ്ങനെ ഒത്തിരി പോസിട്രോൺ, ഒത്തിരി എലമെന്ററി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ എന്താണ് ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ്ക്കൊക്കെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്യും. അതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 റേഡിയേഷൻ നമ്മൾ പറഞ്ഞു, ആൽഫ, ബീറ്റ, അതേപോലെ തന്നെ ഗാമ. അതിൽ അറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്, ഇനി വരുത്തില്ലേ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ പറഞ്ഞത് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. ഇനി ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ക്ലാസ്സസ് കയറി കണ്ട് എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓരോ നിമിഷവും നമുക്ക്, ഓരോ മിനിറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും ഇനിയും കുറച്ച് ദിവസവും കൂടെ ഉണ്ട്, കുറച്ച് നാളും കൂടെ ഉണ്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഉഴപ്പം മട്ടിൽ ഇരിക്കരുത്. അപ്പം ക്ലാസ്സുകൾ എന്തായാലും കൃത്യമായിട്ട് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കുക, കൃത്യമായിട്ട് എക്സാം എഴുതി എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു എന്താണ് ടൈം ടേബിൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എത്ര ടൈം അവൈലബിൾ ആണ്. അപ്പം അതിനനുസരിച്ച് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആദ്യമേ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഓവർലോഡ് ആക്കി വെക്കരുത്. കുറച്ച് പഠിച്ച് തീർക്കുന്ന രീതിയിൽ ഫോം ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് കൂട്ടി കൊണ്ടുവന്ന് നമുക്ക് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൽ കൂടെ നമുക്ക് പറയുന്നതിൽ ഒരു ടൈം ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൃത്യമായിട്ട് ഇതിൻ്റെ എന്താണ് ബുക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ ക്ലാസ്സസ്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, പഠിക്കാം. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസും മെൻറ്റർഷിപ്പും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അപ്പം ഫിസിക്സിൻ്റെ തന്നെ ഒത്തിരി നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരുവാണ്. ഇനിയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഹാപ്പി ലേണിംഗ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.